ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോക്ക് ദ റെസിപ്പീസ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി സ്ക്വിഡ് റോസ്റ്റ് വളരെ ഈസി ആയി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വേഗം ഇൻഗ്രീഡിയൻസ് നോക്കാം. കൂന്തൽ അല്ലെങ്കിൽ സ്ക്വിഡ് 1/2 കിലോ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 20 ചെറിയുള്ളി, 2 മീഡിയം സൈസ് സവാള, 2 എരിവുള്ള പച്ചമുളക്, 2 വലിയ ചുള വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 തണ്ട് വേപ്പില, നന്നായി പഴുത്തൊരു തക്കാളി, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷൻ ആണ്. എനിക്ക് പേഴ്സണലി തേങ്ങാക്കൊത്ത് ഇഷ്ടമായതുകൊണ്ട് ചേർക്കുന്നുവെന്ന് മാത്രം. ഇനി പൊടികളായിട്ട് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ കുരുമുളക് ഫ്രഷായി ക്രഷ് ചെയ്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് പൊടിച്ചത് എന്നിവയും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാതെയാണ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ അതായത് 6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ നല്ല ഫൈനായി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നടുകീറിയ പച്ചമുളകും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ചേർത്ത് ഒന്ന് ഇതുപോലെ ട്രാൻസ്പാരന്റ് ആകുന്നവരെ വഴട്ടി കൊടുത്ത ശേഷം ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത സവാളയും ഒപ്പം വേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായി വഴറ്റി കൊടുക്കണം. സവാള ഇതുപോലെ വാടി കിട്ടിയാൽ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഇത്രയും വാടി കിട്ടിയാൽ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് വഴറ്റി പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറുന്നവരെ സ്റ്റവ് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നാൽ ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. തക്കാളി നന്നായി വെന്തുടഞ്ഞു വരുന്നവരെ പാൻ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി തുറന്ന് നന്നായി തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി പാനിന്റെ മൂടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂന്തൽ കുക്ക് ചെയ്യാനായി ഞാനിതിൽ തീരെ വെള്ളം ചേർക്കുന്നു. കൂന്തലിൽ തന്നെയുള്ള വെള്ളം ഇതുപോലെ ഇറങ്ങി വരും. അത് തന്നെ ധാരാളമാണ് കൂന്തൽ വെന്ത് കിട്ടാനായിട്ട്. ഞാനൊരു 10 മിനിറ്റ് പാൻ അടച്ചു വെച്ചും അടുത്ത 10 മിനിറ്റ് പാൻ തുറന്നു വെച്ചും ഇതിലെ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞു കിട്ടുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പാകത്തിനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചു നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ചെറിയ കൂന്തലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള കൂന്തലിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അപ്പോൾ വേവ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ വീണ്ടും സമയമെടുത്ത് കുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അവസാനമായി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ശേഷം 5 മിനിറ്റ് പാൻ അടച്ചു വെച്ച് വെളിച്ചെണ്ണയുടെ മണമൊക്കെ നന്നായി റോസ്റ്റിലേക്ക് ഇറങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസിയും നല്ല ടേസ്റ്റിയുമായ കൂന്തൽ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.